അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാന്തൽപ്പുളിയാണ്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 7 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കാതെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. പിന്നീട് അതിലേക്ക് ഒരു പിടി മല്ലി കൂടി മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കരിയാതെ നോക്കണേ. പിന്നീട് മാന്തളെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേ പാനിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മാന്തളയിൽ ഉപ്പുള്ളത് കൊണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ നോക്കണേ. പിന്നീട് മീൻ ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു വറവ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒന്ന് മൂത്ത് വരണം. അമ്മാസ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നീട് അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സവാളയാണ് ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. കറിയെല്ലാം ചെറിയ തീയിൽ കടന്ന് വറ്റി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചാറോട് കൂടി കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. ഇങ്ങനെ വറുത്തരച്ച് കറി വയ്ക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ചോറുണ്ണാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക.